സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമഃ. സജ്ജനങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായം 35 മുതൽക്കുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവിചാരമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇവിടെ 35-ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നു: യതത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തദധീനം ഹി ഭക്തിയോഗ സമന്വിതം. അതായത് അത്ര ഭഗവത് പരിതോഷണം യത് കർമ്മ ക്രിയതേ തദധീനം ഭക്തിയോഗ സമന്വിതം ജ്ഞാനം എന്നാണ്. അതായത് യാതൊരു കർമ്മമാണോ ഭഗവത് പരിതോഷണമായിട്ട് ചെയ്യപ്പെടുന്നത്, ഭഗവാന്റെ പരിതോഷണത്തിന് വേണ്ടി, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, എൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയല്ല, ഭഗവാൻ സന്തോഷിക്കണം എന്ന ചിന്തയോടുകൂടി, എന്ന ആഗ്രഹത്തോടു കൂടി ഏത് കർമ്മമാണോ ഇവിടെ ചെയ്യപ്പെടുന്നത് അതിൽ നിന്നാണ് ഭക്തിയോഗ സമന്വിതമായ ജ്ഞാനം ഉണ്ടാകുന്നത്. അതായത് ഭക്തിയോഗ സമന്വിതമായ ജ്ഞാനം ആ ഭഗവത് പരിതോഷണപരമായ കർമ്മത്തിന് അധീനമാകുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഭക്തിയുടെ പരിശുദ്ധമായ ഭാവം എന്താണ്? നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ ഭഗവത് പരമായിട്ട് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, ഭഗവാൻ പ്രസാദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കർമ്മവും ചെയ്യുക എന്നുള്ളതാണ്. ഏത് കർമ്മങ്ങളാണ്? അങ്ങനെ ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കർമ്മവുമില്ല. അത് മുമ്പേ തന്നെ പറഞ്ഞു. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ പലതവണ ആവർത്തിച്ച കാര്യങ്ങൾ ഇനിയും പറയുന്നില്ല. ഗീതയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മാവി എന്നൊക്കെയുള്ള ഹോമാദികൾ ചെയ്യുന്ന സമയത്ത് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള അഹം വൈശ്വാനുരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന ഗീതാശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നത് എന്താണ്? നമ്മുടെ വയറ്റിൽ ഇരിക്കുന്ന ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? അദ്ദേഹം ആ വൈശ്വാനരാഗ്നിയായിട്ട് അവിടെ സാന്നിധ്യം ചെയ്യുന്നു. ആ ഭഗവാനാണ് നമ്മൾ കഴിക്കുന്ന ചതുർവിധമായ ഭക്ഷണത്തെ പചിപ്പിക്കുന്നത്, പാകം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദഹിപ്പിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ ആ വൈശ്വാനരാഗ്നിയായിരിക്കുന്ന ഭഗവാന് സമർപ്പണമായിട്ട് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗീതയിൽ പറയുന്നത് പോലെ പശൻ ശൃണ്ണൻ എന്നൊക്കെ പറയും. ശ്വസൻ അപി, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും, അതുപോലെ അശ്നൻ ഭക്ഷണം കഴിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ തന്നെ ഭഗവാന് വേണ്ടിയാണ്, ഉള്ളിലുള്ള ആ പരമചൈതന്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ള ഭാവം വളർത്തിക്കൊണ്ടുവരിക. അത് ക്ഷിപ്രസാധ്യമല്ല, വളരെ പ്രയത്നം കൊണ്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അത് സാധിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഭക്തിയോഗ സമന്വിതമായ ജ്ഞാനം, ഭക്തിയോഗത്തോട് കൂടിയിട്ടുള്ള ജ്ഞാനം. ഭക്തിയില്ലാതെ ജ്ഞാനത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് നമ്മുടെ എല്ലാം സമർപ്പിക്കുക എന്നുള്ള ഭാവമാണ്, ഭഗവാനോടുള്ള പരമപ്രേമമാണ്, ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഭാവമാണ്. അതുതന്നെയാണ് നമ്മളെ പരമജ്ഞാനത്തിലേക്കും എത്തിക്കുന്നത് എന്നാണ് ഭാഗവതം പറയുന്നത്. ശ്രീനാരദ മഹർഷി 4-ാം സ്കന്ധത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ സന്ദർഭത്തിൽ പറയുന്ന ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു വാക്യമുണ്ട്. വളരെ ചുരുങ്ങിയ വാക്യത്തിൽ ഭാഗവത ദർശനം അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് തത്കർമ്മ ഹരിതോഷം യത് സാ വിദ്യ തന്മതിര്യയാ. ഹരിതോഷണം, ഭഗവാനെ, ഹരിയെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഏത് കർമ്മമാണോ അതാണ് കർമ്മം. അതാണ് നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന, ഭക്തിയിലേക്ക് എത്തിക്കുന്ന, മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന കർമ്മം. സാ വിദ്യ തന്മതിഹി യയാ. യാതൊന്നിനെ കൊണ്ടാണോ തന്മതി, ഭഗവാനെ നമുക്ക് മനസ്സിൽ നിരന്തരമായി ധ്യാനിക്കാൻ, നിരന്തരമായിട്ട് സ്മരിക്കാൻ സാധിക്കുന്നത് യാതൊന്നുകൊണ്ടാണോ, യാതൊന്നിലൂടെയാണോ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മളെല്ലാം തന്നെ കർമ്മം ചെയ്യുന്നവരാണ്. കർമ്മം ചെയ്യുന്ന നമ്മുടെ കർമ്മത്തെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. കർമ്മനാശം വരുത്തണം. എന്താണ് കർമ്മനാശം വരുത്തുക എന്ന് വെച്ചാൽ? കർമ്മനാശം വരുത്തുക എന്ന് വെച്ചാൽ കർമ്മം അവസാനിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കലല്ല, മറിച്ച് കർമ്മഫലത്തോടുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്. കർമ്മം ചെയ്യുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ശരീരപുഷ്ടിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കും തോറും ശരീരം ശോഷിച്ചു വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. അപ്പോൾ ഭഗവാന് വേണ്ടിയാണ്, ഉള്ളിലുള്ള ഭഗവത് ചൈതന്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഹവിസ്സാണ് ഇത്, ഭഗവാൻ സമർപ്പിക്കുന്ന പൂജയാണ് ഇത്, നൈവേദ്യമാണ് ഇത് എന്ന ഭാവത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ഭക്ഷണം നമുക്ക് ഒരു തരത്തിലും നമ്മുടെ മനസ്സിന് വാസനകൾ വർദ്ധിപ്പിക്കുകയില്ല, നമ്മുടെ മനസ്സിൽ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല, മനസ്സിൽ മാലിന്യം വർദ്ധിപ്പിക്കുകയില്ല. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ശരീരം ജീർണിക്കും, ശരീരം ജീർണിക്കാനുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഊർജം കൊണ്ട് നമ്മുടെ ശരീരം പുഷ്ടിപ്പെട്ടുകൊള്ളും. അത് ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ ചെയ്തുകൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. ഇങ്ങനെ നമുക്ക് സ്വാഭാവികമായ എല്ലാ ഉയർച്ചയും ഉണ്ടാവുകയും അതേ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കർമ്മത്തെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ കർമ്മത്തെ ഇല്ലാതാക്കുന്നത്. അതായത് കർമ്മഫലസംഘം, കർമ്മഫലാസക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കർമ്മനാശം. ആ കർമ്മനാശത്തിനുള്ള വഴി എന്താണ്? ഭഗവത് പരിതോഷണമാക്കിയിട്ട് കർമ്മങ്ങളെ ചെയ്യുക. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനീ പരിസമാപ്യതേ. കർമ്മം നശിക്കുമ്പോൾ അവിടെ ജ്ഞാനം പ്രകാശിക്കും എന്നാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. പക്ഷേ ഈ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ഈ ജ്ഞാനം ഭക്തി കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ. കർമ്മനാശം ഉണ്ടാകണമെങ്കിൽ അവിടെ ഭക്തി ഭാവം ഉണ്ടായിരിക്കണം, ഭഗവാന് സമർപ്പിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നാരദ മഹർഷി ആദ്യമേ പറഞ്ഞത് അച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനം. അച്യുതഭാവം, ശ്രീകൃഷ്ണഭാവത്തിലല്ലാത്ത അച്യുതഭാവത്തെ വർജിച്ചുകൊണ്ടുണ്ടാകുന്നതൊന്നും തന്നെ ജ്ഞാനമായിട്ട് ശോഭിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ശ്രദ്ധ കൊണ്ട് മാത്രമേ, ഭക്തി കൊണ്ട് മാത്രമേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. ഭക്തി കൊണ്ട് മാത്രമേ ഞാൻ എന്താണ് എന്നും എത്രത്തോളമാണെന്നും എൻ്റെ വലുപ്പം എന്താണ്, മഹത്വം എന്താണ് എന്നും അറിയണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗീതയിൽ ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. അല്ലയോ അർജുന, നീ യാതൊന്ന് ചെയ്യുന്നുവോ, യാതൊന്ന് നീ ഭക്ഷിക്കുന്നുവോ, യാതൊന്ന് നീ ഹോമിക്കുന്നുവോ, യാതൊന്ന് നീ ദാനം ചെയ്യുന്നുവോ, യാതൊന്നിനെ നീ തപസ് ചെയ്യുന്നുവോ, അല്ലയോ കുന്തിപുത്ര, അതൊക്കെ തന്നെ മദർപ്പണമായിട്ട് എന്നിൽ അർപ്പിതമാക്കിക്കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനം? ശുഭാശുഭഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഹി. ശുഭവും അശുഭവും, ശുഭഫലവും അശുഭഫലവും അവയെക്കുറിച്ചുള്ള ചിന്തകളുമാണ് നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്നത്. അപ്പോൾ ആ ശുഭാശുഭ ചിന്തകളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു. ആ മോചനമാണ് നമ്മളെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് പരമമായ ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ പരമമായ ഭക്തിയിലേക്ക് എത്തിക്കുന്നത്. പരമമായ ഭക്തിയും പരമമായ ജ്ഞാനവും ആത്യന്തിക തലത്തിൽ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി 36-ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? നാരദ മഹർഷി പറയുന്നു കുർവാണായത്ര കർമാണി ഭഗവച്ഛിക്ഷയാ സകൽ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. എത്ര ഭഗവച്ഛിക്ഷയാ അസകൃത് കർമാണി കുർവാണാഃ കൃഷ്ണസ്യ ഗുണനാമാനി ഗൃണന്തി അനുസ്മരന്തി ച. യാതൊരു സന്ദർഭത്തിൽ എന്തു ചെയ്യുന്നു? ഭഗവച്ഛിക്ഷയാ, ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച്, ഭഗവാന്റെ ഉപദേശമനുസരിച്ച്, അസകൃത് എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു? കർമാണി കുർവാണാഃ കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് എന്തു ചെയ്യും? കൃഷ്ണസ്യ ഗുണനാമാനി ഗൃണന്തി അനുസ്മരന്തി. കൃഷ്ണന്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതായ നാമങ്ങളെ, പേരുകളെ ഗൃണന്തി ഉച്ചരിക്കുന്നു, പിന്നെയോ അനുസ്മരന്തി സ്മരിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ നാമസങ്കീർത്തനം ഉച്ചാരണ തലത്തിലും മാനസിക തലത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാന്റെ
ഗുണനാമാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നതായ, ഭഗവാന്റെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതായ ദിവ്യമായ നാമങ്ങൾ ആണ് നമ്മൾ ഉച്ചരിക്കുക ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ അറിയാതെ ഹരേ കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പ എന്നുള്ള സംബോധനകൾ ഇങ്ങനെ വരും. അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. കാരണം എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് നമ്മുടെ വാണിയായിട്ട്, വാക്കായിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അറിയാതെ ആ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ഉരുക്കഴിക്കുന്നതും ഭഗവാന്റെ സ്വരൂപചിന്തനം ഉണ്ടാകുന്നതും ഭഗവാന്റെ നാമങ്ങളുടെ അർത്ഥവിചാരം ചെയ്യുന്നതും അത് നമുക്ക് കൂടുതൽ കൂടുതൽ ആനന്ദം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്. അതൊരു മഹത്തായ ഭാവമാണ്. അതിലൂടെ നമ്മുടെ അഹങ്കാര നാശമാണ് ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഭഗവാനാണ് എൻ്റെ സ്വാമി, ഭഗവാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഭഗവാന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊരു കുലത്തിൽ ജനിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ എൻ്റെ മുന്നിൽ ഈ ഭാഗവതം വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ കൂലിവേല ചെയ്യാൻ വിധിക്കപ്പെട്ടവനായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു യാഗം ചെയ്യിപ്പിക്കുന്ന ബ്രാഹ്മണനായിട്ടിരിക്കുന്നത്. ഇത് ഏതൊരു ജന്മം ഏത് രീതിയിലുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നുവോ അത് ആര് തന്നതാണ്? അത് ഭഗവാൻ തന്നതാണ്. അപ്പോൾ ആ കർമ്മം, അങ്ങനെ ചെയ്യുന്ന കർമ്മം എന്തായിത്തീരുന്നു? അത് ഭഗവത് കർമ്മമായിട്ട് തീരുന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമുള്ള ഭഗവത് പരിതോഷകമായ കർമ്മമായി തീരുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്നിരിക്കുന്ന ആ പാർട്ട്, ആ റോള് നമ്മൾ ഭംഗിയായി അഭിനയിച്ചു തീർക്കണം എന്നാണ് പറയുന്നത്. അതല്ലേ മഹാകവി ഉള്ളൂർ പാടിയത്? വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവൽച്ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. അല്ലയോ ഭഗവാനെ, എനിക്ക് ഏത് വേഷമാണ് തന്നിരിക്കുന്നത് അങ്ങ്? ഒരു സ്ത്രീയുടെ വേഷമാകാം, ഒരു അമ്മയുടെ വേഷമാകാം, ഒരു കാമുകന്റെ വേഷമാകാം, ഒരു ഭർത്താവായിട്ടാകാം, ഒരു ചണ്ടാളനായിട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നികൃഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ടാകാം, അല്ലെങ്കിൽ ഉത്കൃഷ്ടകർമ്മം ചെയ്യുന്നവനായിട്ടാകാം, മിശ്രകർമ്മം ചെയ്യുന്നവനാകാം. ഏത് വേഷം ഉണ്ടായാലും അത് ഭഗവാൻ തന്നതാണ്. ഭഗവാനാണ് എൻ്റെ ഈ ജീവിത നാടകത്തിൻ്റെ സംവിധായകൻ. ഭഗവാൻ ഓരോ സമയത്ത് അരുത് അരുത് എന്ന് പറയും, ആവാം എന്ന് പറയും, ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന വേഷം കൃത്യമായി അണിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിച്ച് ഭാവപ്രകടനങ്ങളോട് കൂടിയിട്ട് മുദ്രയോട് കൂടിയിട്ട് ചുവട് വച്ചുകൊണ്ട് നമ്മൾ ആ നടനം ആടി തീർക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതെത്ര ദിവ്യമായ അനുഭവമാണ്, എത്ര ധന്യമായ അനുഭവമാണ് അങ്ങനെയുള്ള ഈശ്വരീയമായ ജീവിതം എന്ന് നമ്മൾ ഓരോ നിമിഷവും അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് ഭാഗവതം പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും ഭഗവാനിൽ സമർപ്പിക്കും. അതാണ് കൃഷ്ണസ്യ ഗുണനാമാനി ഗൃണന്തി ച അനുസ്മരന്തി ച. ഭഗവാന്റെ ഗുണനാമങ്ങളെ, ഭഗവാന്റെ നാമങ്ങൾക്ക് ഗുണവുമുണ്ട്. എന്താണ്? ഹരേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ ഹരി ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? എല്ലാറ്റിനെയും ഹരിക്കുന്നവനാണ്, എല്ലാറ്റിനെയും സംഹരിക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവനാണ്, പൂതനാ ജീവിത ഹരനാണ്, പാപികളെയും നശിപ്പിക്കുന്നവനാണ് എന്നുള്ള ആ അർത്ഥം നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കുകയും ചെയ്യുക. ആ ഹരേ എന്ന നാമത്തെ നമ്മൾ ഉറക്കെ ഉരുക്കഴിക്കുകയും ചെയ്യുക. അതുപോലെ നാരായണ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാരത്തിൽ അയനം ചെയ്യുന്നവനാണ്. നാരം എന്ന് വെച്ചാൽ കാരണജലമാണ്. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ കാരണജലത്തിൽ അയനം ചെയ്തുകൊണ്ട് ആ സൃഷ്ടിയെ വർദ്ധിപ്പിച്ചവനാകുന്നു. നാരം എന്ന് പറഞ്ഞാൽ നരൻ, അതായത് മനുഷ്യൻ എത്തിച്ചേരേണ്ടതായ മോക്ഷമാണ്, പരമാർത്ഥ വിഷയമാണ് നാരം. ആ മോക്ഷമാകുന്ന സാഗരത്തിൽ എന്നും അയനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ആ ഭഗവാനെയാണ് മോക്ഷത്തിലൂടെ നമ്മൾ പ്രാപിക്കേണ്ടത് എന്നുള്ള ആ നാരായണ ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെ അനുസ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ ആ നാരായണ ലീല അനുസ്മരിച്ചുകൊണ്ട് ആ നാമസങ്കീർത്തനത്തെ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ തപസ്സും നമ്മുടെ ഹോമവും നമ്മുടെ ഭക്ഷണവും എല്ലാം തന്നെ തത്കുരുഷ്വ മതർപ്പണം, എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന ഭഗവാന്റെ നിർദ്ദേശം അതാണ്. ഗീതയിൽ ഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ നിരവധി ശാസ്ത്രങ്ങളിലൂടെ
ഭഗവാൻ തന്നെ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്, ഇന്നതുപോലെ ചെയ്യൂ, ഇങ്ങനെ പെരുമാറൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ഭഗവാനോട് വിധേയത്വത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കർത്തവ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നാരദ മഹർഷി ആ ഭഗവാനെ എങ്ങനെയാണ് കീർത്തിക്കേണ്ടത് എന്ന് കൂടി വേദവ്യാസനോട് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ 37ാമത്തെ ശ്ലോകത്തിൽ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഭഗവാന്റെ 4 മൂർത്തികളുടെ പേരാണ് പറയുന്നത്. ഗോലോകധാമത്തിൽ ഭഗവാൻ വാസുദേവനായിട്ടും സംഘർഷണനായിട്ടും അതുപോലെ പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും 4 രൂപങ്ങളിലാണ് കുടികൊള്ളുന്നത്. ആ വാസുദേവൻ നമ്മുടെ അന്ധകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചിത്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സംഘർഷൻ അഹങ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അനിരുദ്ധൻ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ പ്രദ്യുമ്നൻ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ 4 അന്ധകരണങ്ങളെ പ്രതിനിധീകരിക്കുന്നതായ ഈ 4 ചതുർവ്യൂഹങ്ങൾ എന്ന് പറയുന്ന സ്വരൂപങ്ങളെയാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകൾ സ്മരിക്കേണ്ടത് എന്ന് തനിക്ക് കിട്ടിയ ഉപദേശം നാരദ മഹർഷി വ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ. ആ നാമസങ്കീർത്തനത്തിലും അതിൻ്റെയും അർത്ഥം നമ്മൾ അനുസ്മരിക്കണം. എന്താണ്? വാസുദേവൻ വസതി ദീവ്യതേച്ച ഇതി വാസുദേവ. എല്ലാ ചരാചരങ്ങളിലും വസിക്കുകയും അവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ വാസുദേവനായിരിക്കുന്നു. പ്രദ്യുമ്നഃ പ്രകൃഷ്ടം ദ്യുമ്നം ബലം യസ്യ പ്രദ്യുമ്നഃ. യാതൊരാളുടെ ദ്യുമ്നം അതായത് ബലം പ്രകൃഷ്ടമായിരിക്കുന്നോ, വർദ്ധിച്ച് ഇരിക്കുന്നതായിട്ടുണ്ടോ, അദ്ദേഹമാണ് പ്രദ്യുമ്നൻ. അനിരുദ്ധൻ ന നിരുദ്ധ്യതേ അസൗ ഇതി അനിരുദ്ധ. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തതായ, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്തതായ ബലശാലിയായിരിക്കുന്ന ആ പരമശക്തി സ്വരൂപനായിട്ടുള്ള ഭഗവാനെയാണ് അനിരുദ്ധൻ എന്ന് പറയുന്നത്. സംകർഷണൻ സമ്യക് കർഷതീതി. സമ്യക്കായിട്ട് വേണ്ടതുപോലെ ഈ വിശ്വത്തെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നവനാണ്. സംഹാരത്തിൻ്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഗർഭസംഘർഷണാത് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. രോഹിണി ദേവി ദേവകി ദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ മായാദേവി എന്ത് ചെയ്തു? രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആകർഷണം ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് ഗർഭസംഘർഷണം കൊണ്ടും അദ്ദേഹം സംഘർഷണനായിരിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ ഈ തിരുനാമങ്ങൾക്കൊക്കെ തന്നെ നിഗൂഢമായ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന്റെ സഹസ്രനാമങ്ങൾക്ക് ഗുഹ്യനാമങ്ങൾ, ഗൂഢമായ നാമങ്ങൾ എന്ന് ഭാഗവതം പേരിട്ടിരിക്കുന്നത്. ഈ നാമങ്ങൾക്കൊക്കെ തന്നെ വൈദികമായ അർത്ഥമുണ്ട്, താന്ത്രികമായ അർത്ഥമുണ്ട്, അതുപോലെ ഭക്തിപരമായിട്ടുള്ള പൗരാണികമായ അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെയൊക്കെ തന്നെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും. നിരന്തരമായ മനനം കൊണ്ട് അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമഃ ധീമഹി എന്നും പറയുന്നു. അപ്പോൾ നമഃ എന്നും ധീമഹി, ധീമഹി എന്ന് വെച്ചാൽ ധ്യാനിക്കലാണോ? നമ എന്ന് നമിക്കലും ധ്യാനിക്കലും ഒരുമിച്ച് നടക്കുമോ? അതോ മനസ്സുകൊണ്ട് നമിക്കുന്നു എന്നുള്ള അർത്ഥം അവിടെ കൊടുക്കാമെന്ന് ശ്രീധരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനെ നമിക്കുന്നു, വാസുദേവനെ നമിക്കുന്നു, സംഘർഷണനെ നമിക്കുന്നു, പ്രദ്യുമ്നനെ മനസ്സുകൊണ്ട് നമിക്കുന്നു, അനിരുദ്ധനെ മനസ്സുകൊണ്ട് നമിക്കുന്നു. ഈ 4ഉം ഒരേ ഭഗവാന്റെ 4 ദിവ്യ സ്വരൂപങ്ങൾ തന്നെയാണ്. വ്യത്യസ്തമായ പൃഥക്ഭാവമുണ്ട് എന്ന് കരുതി പോകരുത്. എല്ലാം ഒന്ന് തന്നെയാണ് എന്നറിയണം. എന്നിട്ട് പറയുന്നു, ഇതി മൂർത്യഭിധാനേന മന്ത്രമൂർത്തിമൂർത്തികം. നാരദ മഹർഷി പറയുന്നു, യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. ഇതി മൂർത്യഭിധാനേന. ഈ മൂർത്യഭിധാനം, മൂർത്തിനാമങ്ങളെ, ഭഗവാന്റെ ഈ 4 മൂർത്തികളുടെ അഭിധാനം, നാമങ്ങളെ പറഞ്ഞുകൊണ്ട് അമൂർത്തികം മന്ത്രമൂർത്തിം. അമൂർത്തികനായ, അതായത് വാസ്തവത്തിൽ ഭഗവാൻ എന്തില്ല? ഭഗവാന് രൂപമൊന്നുമില്ല. ഭഗവാൻ അരൂപിയാണ്, നിരാകാരനാണ്, നിർഗുണനാണ്, നിർവികൽപ്പനാണ്, നിർവിശേഷനാണ്. അങ്ങനെയുള്ള ഭഗവാന് നമ്മുടെ നമ്മൾ ഏതെങ്കിലും ഉപാധി കൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ നമ്മൾ ധ്യാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഋഷിമാർ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു. അതുകൊണ്ട് ആ മൂർത്തി അഭിധാനം, ആ മൂർത്തിനാമങ്ങളെ പറഞ്ഞുകൊണ്ട് അമൂർത്തികനായ, മൂർത്തിയില്ലാത്ത, രൂപമില്ലാത്തവനായ, അരൂപിയായിരിക്കുന്ന ഭഗവാനെ മന്ത്രമാകുന്ന ഈ മന്ത്രങ്ങളാകുന്ന സ്വരൂപത്തോട് കൂടിയിട്ട് ആ യജ്ഞപുരുഷനെ നമ്മൾ പൂജിക്കുന്നു എന്നർത്ഥം. പൂജിക്കുന്നു. അങ്ങനെ പൂജിക്കുന്ന പുമാൻ, പുരുഷൻ എന്തായിത്തീരും? സമ്യക് ദർശനഃ. സമ്യക്കായുള്ള, വേണ്ട രീതിയിലുള്ള ജ്ഞാനത്തോട് കൂടിയവനായിട്ട് തീരും എന്നാണ്. ഈ മന്ത്രത്തിലൂടെ, ഈ മന്ത്രം ഭഗവാന്റെ
പ്രതീകം തന്നെയാണ്. നാമവും നാമിയും തമ്മിൽ വ്യത്യാസമില്ല. ഒരു മന്ത്രത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ ആ മന്ത്രം ഭഗവാൻ തന്നെയാണ് എന്ന് കരുതിയിട്ട് ഉപാസിക്കണമെന്നാണ്. ഒരു നാമത്തെ നമ്മൾ ജപിക്കുമ്പോൾ ആ നാമം നാമിയായ ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ സ്മരിക്കേണ്ടതാണ്. അതിലൂടെ ആണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഫലം സിദ്ധിക്കുക, അതായത് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുക എന്നർത്ഥം. അങ്ങനെ അരൂപിയായിരിക്കുന്ന ഭഗവാന് ആ നാമത്തിൻ്റെ രൂപത്തിൽ, മന്ത്രത്തിൻ്റെ രൂപത്തിൽ നമ്മൾ അനുധ്യാനം ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഭഗവാനായ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാനെ നമ്മൾ യജനം ചെയ്യുക, പൂജനം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ പൂർണ്ണജ്ഞാനിയായിട്ട് മാറുകയും ചെയ്യും എന്നാണ്. അല്ലയോ വ്യാസമഹർഷേ, ഇങ്ങനെ ഞാൻ ചെയ്തു നോക്കി, പരീക്ഷിച്ചു നോക്കി, വിജയം കണ്ടെത്തി, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേവലമായ എന്താണ്, നഹി വ്യാസസൂക്തിം അല്ലെ, അങ്ങനെ പറയുന്നുള്ളൂ, മിഥ്യാവചനം എന്ന് നാരായണത്തിൽ പറയുന്നുണ്ട്. എന്താണ്, രഥ്യാപുരുഷ വചനപ്രായമഖിലം നചേത് വ്യാസസ്യോക്തിം രഥ്യാപുരുഷ വചനപ്രായമഖിലം. വ്യാസൻ പറഞ്ഞ വാക്കുകൾ രഥ്യാപുരുഷൻ, അതായത് റോട്ടിലൂടെ പോകുന്ന വഴിപോക്കന്മാരായ ആളുകൾ പലതും വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുന്ന വാക്കുകളെ അല്ല വ്യാസൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നാരദൻ്റെ വാക്യങ്ങളും വെറുതെ അല്ല ഞാൻ പറയുന്നത്, വ്യർത്ഥമായ വാക്യങ്ങളെ അല്ല വ്യാസമഹർഷേ, ഞാൻ സ്വാനുഭവത്തിലൂടെ നേടിയെടുത്ത കാര്യമാണ് പറയുന്നത്. എന്താണ് നേടിയെടുത്തത്? ഇതം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മതനുഷ്ഠിതം അതാൻമേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ആ ഭഗവാൻ ആകുന്ന കേശവൻ എന്ത് ചെയ്തു? ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ വ്യാസ, മതനുഷ്ഠിതം സ്വനിഗമം സ്വസ്മിൻ ഭാവം ച അവേത്യ കേശവ മേ ജ്ഞാനം ഐശ്വര്യം ച ദാത്. അല്ലയോ വ്യാസമഹർഷേ, മതനുഷ്ഠിതം എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടതായ, സ്വനിഗമം ഭഗവാൻ തന്നെ അരുളി ചെയ്തതായ, ഭഗവാനിൽ നിന്നും തന്നെ ഉപജ്ഞാതമായിട്ടുള്ള ആ ശാസ്ത്രത്തെ ആര് പഠിച്ചു? ഞാൻ, നാരദനായിരിക്കും ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. അത് ഭഗവാൻ അറിഞ്ഞു. പിന്നെ സ്വസ്മിൻ ഭാവം ചാവേത്യ, ഈ നാരദന് എന്നിൽ ഭക്തിയുണ്ട്, ഈ നാരദൻ എന്നെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, മതർപ്പണമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവേത്യ അറിഞ്ഞിട്ട്, ഭഗവാൻ തന്നെ നിശ്ചയിച്ചതായ മാർഗത്തിലൂടെ, ഭഗവാൻ തന്നെ പറഞ്ഞതായ ശാസ്ത്രത്തെ അധ്യയനം ചെയ്തിട്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ചവനായിട്ട് ഈ നാരദൻ മാറിയിരിക്കുന്നു എന്ന് ഭഗവാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? സ കേശവ, ആ കേശവൻ, എന്താണ് കേശവൻ എന്ന് പറഞ്ഞാൽ? കേശോയം അംശുവാചക എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ആ മുഖത്തിന് ചുറ്റുമായിട്ട് പിറകിൽ ഒരു പ്രഭ കാണാം. ഭഗവാന്റെ ആ തേജസ് ഒരു പ്രഭയായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഈ കേശോയം അംശുവാചക, എനിക്ക് ചുറ്റും, എൻ്റെ മുഖത്തിന് ചുറ്റുമുള്ള ഈ ജ്വലിക്കുന്ന പ്രഭ കാരണമാണ് എനിക്ക് കേശവൻ എന്ന പേര് വന്നത് എന്ന് ഒരർത്ഥമുണ്ട്. അല്ലെങ്കിൽ മനോഹരമായ സുന്ദരമായ കേശത്തോട് കൂടിയിട്ടുള്ളവൻ എന്ന് കേശവ ശബ്ദത്തിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ കേശി നിഷൂദനൻ, കേശി എന്ന അസുരനെ നിഗ്രഹിച്ചതുകൊണ്ടും ഭഗവാന്റെ നാമം കേശവൻ എന്ന് വന്നു ചേർന്നു. പല പല അർത്ഥങ്ങളാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, നിഗൂഢമായ അർത്ഥങ്ങൾ ഭഗവാന്റെ പേരുകൾക്കുണ്ട് എന്ന്. അങ്ങനെയുള്ള ആ കേശവൻ എന്ത് ചെയ്യുന്നു? മേ ജ്ഞാനം ഐശ്വര്യം ച അതാത്, എനിക്ക് ജ്ഞാനവും ഐശ്വര്യവും തന്നു. ഐശ്വര്യം എന്ന് വെച്ചാൽ ആധിപത്യം, അവനവനിൽ തന്നെ ആധിപത്യം, അവനവനെ തന്നെ നിയന്ത്രിക്കാനുള്ള ശക്തി വന്നു ചേർന്നു. അതുപോലെ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്താണ്, എവിടെ എത്തിച്ചേരാനും പരഹൃദയ ജ്ഞാനവും പരകായ പ്രവേശവും അല്ലെങ്കിൽ ആകാശത്തിൽ സഞ്ചരിക്കാനുള്ള ശക്തിയും ദൂരശ്രവണവും പോലെയുള്ള എല്ലാ ഐശ്വര്യങ്ങളും, അതൊക്കെ തന്നെ ഐശ്വര്യം എന്ന ആ വാക്കിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ് എന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. പരമമായ ഐശ്വര്യവും ജ്ഞാനവും എനിക്ക് ഭഗവാൻ അരുളി ചെയ്തു, തന്നു, കനിഞ്ഞു തരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ സ്വാനുഭവം കൊണ്ടാണ് അങ്ങയോട് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി 40-ാമത്തെ ശ്ലോകത്ത് എന്ത് പറയുന്നു? അദ്ദേഹം ആ പറഞ്ഞ് സമാപിച്ചുകൊണ്ട് പറയുകയാണ്, ത്വമപ്യതഭ്രശ്രുത വിശ്രുതം വിഭോ സമാപ്യതേ യേന വിദാംബുഭുത്സിതം പ്രഖ്യാഹി ദുഃഖൈർമുഹുരർദിതാത്മനാം യത് ക്ലേശനിർവാണമുശന്തി നാന്യഥാ. യത് ക്ലേശനിർവാണം എന്നതിന് ചില പാഠങ്ങളിൽ സംക്ലേശ നിർവാണമുശന്തി നാന്യഥ എന്ന പാഠവുമുണ്ട്. രണ്ട് പാഠവും ആ ശ്ലോകത്തിന് അർത്ഥം വിപരീതമായിട്ട് വരുന്നില്ല, അർത്ഥം യോജിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ വായിക്കുന്നതിലും വിരോധമൊന്നുമില്ല. നാരദ മഹർഷി പറയുന്നു, അദഭ്രശ്രുത, അദഭ്രമായ ശ്രുതിയോട് കൂടിയിട്ടുള്ളവനെ, അനൽപമായ ശാസ്ത്രജ്ഞാനത്തോട് കൂടിയിട്ടുള്ള, അല്ലയോ
വ്യാസമഹർഷേ അധഭ്രശ്രുത എന്ന് വിളിക്കുകയാണ്. ത്വമപി വിഭോഹോ വിശ്രുതം പ്രഖ്യാഹി. അങ്ങും കൂടി ഞാൻ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭാഗവതോപദേശം കിട്ടിയ കാലം മുതൽ ഞാനത് ഭാഗവതം ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങുകൂടി ഇത് ചെയ്യണം. എന്ത് ചെയ്യണം? വിഭോഹോ വിശ്രുതം പ്രഖ്യാഹി. വിഭുവായിരിക്കുന്ന ആ പരമശക്തനായിരിക്കുന്ന ആ ഭഗവാന്റെ കീർത്തിയെ അങ്ങ് വിസ്തരിച്ചാലും, അങ്ങ് പ്രസിദ്ധപ്പെടുത്തിയാലും, അങ്ങ് പ്രഖ്യാപിച്ചാലും, ലോകത്തിന് അറിയാനായിട്ട് വിസ്തരിച്ചാലും, യേന യാതൊന്നുകൊണ്ട്, വിദാം ബുഭുത്സിതം ഇതാം ഉഭുത്സിതം സമാപ്യതേ. അതിലൂടെ അറിവുള്ളവൻ്റെ വിജ്ഞാനദാഹം സമാപിക്കുന്നു. ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് പിന്നെ ജ്ഞാനദാഹം ഉണ്ടാകുമോ എന്നാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിദാം എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നതായ ജ്ഞാനം എന്താണ്? പ്രാഥമികമായിരിക്കുന്ന ജ്ഞാനമാണ്. ഭഗവാനാണ് പരമശക്തൻ, ഭഗവാനാണ് പരമമായ സത്യം, ഭഗവാനാണ് ഈ ജഗത്തിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ള ബോധമാണ്, വിവേകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനികൾക്കുണ്ടാകുന്ന ആ പ്രാഥമികമായ അറിവ്. ആ പ്രാഥമികമായ അറിവുള്ള ആ ആളുകൾ എന്തു ചെയ്യും? എന്നും ആ ഭഗവാന്റെ പരമസത്യത്തെ അറിയാൻ വേണ്ടിയിട്ട്, അനുഭവരൂപത്തിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, അപരോക്ഷ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പരിശ്രമിക്കുന്നവരായ ജ്ഞാനികൾക്ക്, അറിവുള്ളവർക്ക് അവരുടെ ബുഭുത്സിതം, അവരുടെ ജ്ഞാനേച്ഛയെ ഇല്ലായ്മ ചെയ്ത്, എന്ന് വെച്ചാൽ അവർക്ക് ജ്ഞാനം ലഭിക്കുന്നതിലൂടെ ആ ജ്ഞാനത്തിനുള്ള വേണ്ടിയുള്ള അവരുടെ ജിജ്ഞാസ, അവരുടെ ആഗ്രഹം അവിടെ ശമനം ചെയ്യപ്പെടുന്നു. അത് ജ്ഞാനികൾക്ക്. പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് ഗുണം? യത് ദുഃഖേ അർദ്ദിതാത്മനാം ക്ലേശനിർവാണം ഉശന്തി. യാതൊന്ന് ദുഃഖത്തിൽ എന്നും പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുഃഖത്താൽ പീഡിതരായിരിക്കുന്ന ആളുകളുടെ നിർവാണം, അവരുടെ ദുഃഖത്തിൻ്റെ ശമനം, അവരുടെ ദുഃഖം ശമനത്തെ ഉശന്തി പ്രാപിക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഈ ഭഗവാന്റെ ഈ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതിലൂടെ, ആ വർണ്ണനകൾ കേൾക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, മനനം ചെയ്യുന്നതിലൂടെ വിദ്വാൻമാർക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ ജിജ്ഞാസ, ജ്ഞാനതൃഷ്ണ ശമിക്കുന്നു. ദുഃഖത്താൽ പീഡിക്കപ്പെടുന്ന സാധാരണക്കാരായ ആളുകളുടെ, ദീനന്മാരുടെ അവസ്ഥ എന്താണ്? അവരുടെ ക്ലേശവും എന്ത് ചെയ്യുന്നു? ക്ലേശം ഇല്ലാതെയാകുന്നു. ക്ലേശത്തിന്റെ നിർവ്വാണം, ക്ലേശത്തിന്റെ വിലയും പ്രാപിക്കുന്നു. അന്യഥ, ഇതിലൂടെ അല്ലാതെ മറ്റൊരു തരത്തിൽ ഇത് സാധ്യമല്ല. ഭഗവാനിലൂടെ അല്ലാതെ, ഭക്തിയോഗത്തിന്റെ അനുഷ്ഠാനം കൊണ്ടല്ലാതെ ദുഃഖശമനവും ജ്ഞാനലാഭവും സാധ്യമല്ല മഹർഷി. അത് അങ്ങ് ചെയ്യൂ എന്ന് നാരദ മഹർഷി വേദവ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ നാരദ മഹർഷി വേദവ്യാസന് ശമ്യാപ്രാസത്തിൽ വെച്ച് അതിദിവ്യമായ ഈ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ 40-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 1-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായം സമാപിക്കുകയാണ്. ഇതാണ് ഈ 5-ാം അധ്യായത്തിൽ. ഇനി 6-ാം അധ്യായത്തിൽ നാരദ മഹർഷി അദ്ദേഹത്തിന് ഉപദേശം നൽകിയിട്ട് അതിനുശേഷം തൻ്റെ ജന്മത്തിൽ എന്താണ് ഋഷിമാരിൽ നിന്നും ഭാഗവതോപദേശം നേടിയിട്ട് താൻ ഏത് രീതിയിലാണ് അത് അനുഷ്ഠിച്ചത് എന്ന കാര്യം നാരദ മഹർഷി വ്യാസനോട് പറയുന്ന ഭാഗമാണ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക. നമുക്ക് ചെറിയൊരു നാമസങ്കീർത്തനം ഇവിടെ ചെയ്യാം. ഭാഗവതം ശ്രീഭാഗവതം മധുരം മധുരം ഭാഗവതം. ഭാഗവതം ശ്രീഭാഗവതം മധുരിപുചരിതം ഭാഗവതം. ശാന്തിദായകം ഭാഗവതം ഭ്രാന്തിനാശകം ഭാഗവതം. സ്വാന്തഭാസകം ഭാഗവതം ദാന്തകൗതുകം ഭാഗവതം. ഭാഗവതം ശ്രീഭാഗവതം മധുരം മധുരം ഭാഗവതം. ഭാഗവതം ശ്രീഭാഗവതം മധുരിപുചരിതം ഭാഗവതം. മുക്തിദായകം ഭാഗവതം ഭക്തിവർദ്ധകം ഭാഗവതം. ഭക്തിനാശകം ഭാഗവതം ശക്തികാരണം ഭാഗവതം.
ഭാഗവതം ശ്രീഭാഗവതം മധുരം മധുരം ഭാഗവതം ഭാഗവതം ശ്രീഭാഗവതം മധുരിപുചരിതം ഭാഗവതം ഹൃദയേ ഹൃദയേ ഭാഗവതം ഭവനേ ഭവനേ ഭാഗവതം കദനേ മൃഗ്യം ഭാഗവതം മരണേ ചിന്യം ഭാഗവതം ഭാഗവതം ശ്രീഭാഗവതം മധുരം മധുരം ഭാഗവതം ഭാഗവതം ശ്രീഭാഗവതം മധുരിപുചരിതം ഭാഗവതം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.